എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് കൊച്ചിയിൽ വന്ന് സെറ്റിൽ ആയിക്കൂടെയെന്ന്. പക്ഷെ എനിക്ക് എപ്പോഴും എൻ്റെ നാട്ടിൽ നിൽക്കാൻ തന്നെയാട്ടോ ഇഷ്ടം. അതിനുള്ള പ്രധാന കാരണം എൻ്റെ വീടും വീടിൻ്റെ ചുറ്റുപാടൊക്കെയാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടോളൂ കേട്ടോ. എൻ്റെ വീട്ടിൽ നിറയെ മരങ്ങളും ചെടികളൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ കണ്ടില്ലേ, കുറേ പൂക്കളും ഈ മരങ്ങളുടെ ഇലകൾക്ക് തന്നെ വേറെ വേറെ കളേഴ്സുള്ള മരങ്ങളുണ്ട്. അപ്പോൾ വീടിന് ചുറ്റും പല നിറങ്ങളും കൊണ്ട് ഇങ്ങനെ മൂടിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ വീട്ടിൽ ഞാനും വിഷ്ണുവേട്ടനും കൂടാതെ കുറച്ചുകൂടെ താമസക്കാരുണ്ട് കേട്ടോ ചുറ്റുപാടായിട്ട്. ഞാൻ കാണിച്ചു തരാം. കുറേ കിളികളാണ്. പലതരം കിളികളെ ഞാൻ പല സമയങ്ങളിലായിട്ട് ഇവിടെ കാണാറുണ്ട്. മിക്ക ദിവസങ്ങളിലും രാവിലെ ഉണരുന്നത് ഈ കിളികളുടെ സൗണ്ടൊക്കെ കേട്ടിട്ടായിരിക്കും. ഇത് അല്ലുവും ലല്ലിയും കേട്ടോ. ഗൂസ് എന്ന് പറയുന്ന ഒരു പക്ഷിയാണിത്. ഞങ്ങളുടെ പെറ്റാണ് കേട്ടോ. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഉണ്ടാവുക. പക്ഷെ പിണങ്ങി നിൽക്കുമ്പോൾ കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് തിരിഞ്ഞു നിൽക്കും. ഞാനിപ്പോൾ ഈ കൊടുക്കണത് ഗോതമ്പാണ് കേട്ടോ. പക്ഷെ ഇവർക്ക് ഏറ്റവും ഇഷ്ടം നല്ല ചോറ് കഴിക്കാനാണ്. ഇത് ഞങ്ങളുടെ കുളത്തിലെ മീനുകളാണ്. പിന്നെ പലതരം പക്ഷികളുണ്ട് കേട്ടോ. ഈ കുരുവി, അടക്കാക്കുരുവി, തത്ത, പരുന്ത്, അങ്ങനെ പേരറിയാത്ത പല പക്ഷികളും ഉണ്ട്. ഇത് പിന്നെ ഞങ്ങളുടെ അല്ല കേട്ടോ. അപ്പുറത്തെ പറമ്പിൽ പുല്ല് തിന്നാൻ വേണ്ടി വന്ന് നിൽക്കണ പശുക്കളാണ്. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ കുരുമുളക്. പിന്നെ ദേ പപ്പായ നിറയെ ഉണ്ട്. അതുപോലെ ഞങ്ങളുടെ സ്ഥലത്ത് കുറച്ച് വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. ഞങ്ങൾ വേറെ വളങ്ങളൊന്നും ഇടുന്നില്ല. നല്ല ജൈവ വളം ഇട്ടിട്ട് ഉണ്ടാക്കണ വാഴയാണ്.
പിന്നെ അതെ കുറച്ച് പൈനാപ്പിൾ ഉണ്ട്. കഴിഞ്ഞ തവണയൊക്കെ പഴുത്തിട്ട് എനിക്ക് നല്ല പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല മധുരവും ഉണ്ടായിരുന്നു. ഇത് കടുമുടുങ്ങ എന്ന് പറഞ്ഞിട്ടൊരു ഇലയാണ്. ഞങ്ങൾ അങ്ങനെയാണ് പറയാറ്. കുട്ടിക്കാലത്തൊക്കെ ഞാനിത് ഈ മുന്തിരി പോലത്തെ ചെറിയ സാധനം എപ്പോഴും എടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഇതിൻ്റെ ഇല ഭയങ്കര ഹെൽത്തിയാണ്. അത് ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കാറുണ്ട്. ഇത് കണ്ടോ, പലതരം പ്രാവുകളുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ചക്ക, മാങ്ങ, പേരയ്ക്ക, അങ്ങനെ കുറേ മരങ്ങളുണ്ട്. ഞങ്ങൾ പഞ്ചാര നെല്ലിക്ക എന്നാ പറയാ. എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടിൽ ഒരെണ്ണമാണ് കേട്ടോ. ഞാൻ നട്ട തക്കാളിയാണ്. പിന്നെ തക്കാളി മാത്രമല്ല, വെണ്ടക്കയും പച്ചമുളകും കാന്താരി മുളകും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അത് കുറേ കിട്ടുകയും ചെയ്തു. പക്ഷെ ഇപ്പം തക്കാളിയാണുള്ളത്. പാൽമുളക് എന്ന് പറയും. ഈ പാൽമുളക് ശരിക്കും തൈരിൽ നമ്മളിങ്ങനെ ചതച്ചിട്ടിട്ട് തൈര് കുടിക്കാനൊക്കെ ഭയങ്കര രസമാണ്, മോര് പോലെ ആക്കിയിട്ട്. അല്ലാണ്ട് ഉപ്പേരിയിലൊന്നും സാധാരണ ഇടാറില്ല. പക്ഷെ മോരിലിടുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെ വരും. പിന്നെ എൻ്റെ സ്വന്തം മൈലാഞ്ചി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് അരച്ചിട്ട് കയ്യിലും നഖത്തിലും ഒക്കെ ഇടാറുണ്ട്.